നമ്മുടെ ചർച്ചയുടെ ഫോക്കസ് എന്ന് പറയുന്നത് 7 വർഷമായിരിക്കുന്നു ഇങ്ങനെ ഒരു കേസ്. 7 നീണ്ട വർഷങ്ങൾ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം. അത് ഒരാളുടെ അതിജീവിതയുടെ നീതിക്കായിട്ടുള്ള ഒരു പോരാട്ടത്തിന് 7 വർഷം കൂടി കടന്നു പോകുമ്പോൾ അത് തന്നെയാണ് ചർച്ചയുടെ ഫോക്കസ്. പക്ഷേ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന വിഷയം കൂടി ചോദിച്ചു പോകുമ്പോൾ രാഹുൽ ഈശ്വർ കോഴിക്കട്ടവന്റെ തലയിൽ എന്ന് പറയുന്ന ഒരു ഫ്രേസ് എന്തുകൊണ്ടാണ് ഓർമ്മ വരുന്നതെന്നറിയില്ല. 8ാം പ്രതിക്ക് ഈ കേസിനകത്ത് ഒരു റോളും ഉണ്ടാകേണ്ട കാര്യമില്ല, അക്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നിട്ടും ഈ കാര്യങ്ങൾ, ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് വിക്ടിമാണ്. അതൊരു വിക്ടിമിന്റെ പ്രൈവസിയാണ്. ആ പ്രൈവസിയിൽ നിന്നുകൊണ്ട് വിക്ടിം പറയുന്നത് ഈ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ കാര്യങ്ങൾ മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നത് പ്രതിഭാഗത്തിനാണ്, 8ാം പ്രതിക്കാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ആവശ്യങ്ങൾ ഹർജിയായി കോടതിക്ക് മുന്നിലെത്തുന്നു. അത് ന്യായമല്ല എന്ന് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു റോളും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഇനിയിപ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ റോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വരട്ടെ, പക്ഷെ അതിനു മുൻപ് തന്നെ ഒരു സന്ദേശം കൃത്യമായിട്ട് പുറത്തേക്ക് നൽകുന്നുണ്ട്. എന്തിന് ഈ റിപ്പോർട്ട് പരസ്യമാക്കാതിരിക്കണം എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം ഒരുപക്ഷെ ആ ഹർജിയിലെല്ലാം ഉണ്ടായിരിക്കുന്നു. അപർണാജി, കോഴിക്കട്ടവന്റെ തലയിലെ പഴമൊഴി മാത്രമല്ല മലയാളത്തിൽ വേറൊരു പഴമൊഴിയുണ്ട്. ആരാൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല രസമാണ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഒരുപാട് പഴമൊഴികളുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. 2, മിനി മാഡത്തെ വ്യക്തിപരമായി തന്നെ ഒരു ആദരം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് ട്രയലിനെ ബാധിക്കില്ലെന്നും ഇത് 2 കേസാണെന്നും പറഞ്ഞാൽ ലീഗൽ ഓണസ്റ്റിക്ക് അല്ലെങ്കിൽ ആ ഇന്റലക്ച്വൽ ഓണസ്റ്റിക്ക് പ്രണാമം അർപ്പിക്കുന്നു. അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത് 2 വ്യത്യസ്ത കേസാണ്. 3, ഈ ബാക്കിയുള്ളവരോട് 3ാമത്തെ പോയിന്റ്, നമ്മൾ ആത്മവഞ്ചന പലപ്പോഴും നമ്മൾ നടത്തരുത്. എത്ര തവണ ഈ ചർച്ചയിൽ ടാമ്പറിംഗ് എന്ന വാക്ക് വന്നു? 9 തവണ വന്നു. ആ റിപ്പോർട്ടിൽ 1 തവണയെങ്കിലും ടാമ്പറിംഗ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? എത്ര ഡിസോണസ്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അയ്യോ, ഓൾറെഡി പബ്ലിക് ഡൊമൈനിൽ വന്ന ദീപ മാഡത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ടില്ലേ, അതിനെക്കുറിച്ചാണ്, അതാണല്ലോ ഈ റിപ്പോർട്ട് വന്നത്. ഈ വിവോ ഫോണിൽ ഇട്ടു എന്ന് പറഞ്ഞത്, അതിൽ 1 തവണ പോലും ടാമ്പറിംഗ് എന്ന വാക്കില്ല, 1 തവണ പോലും ചോർച്ച എന്ന വാക്കില്ല, 1 തവണ പോലും ബാക്കി ഏതെങ്കിലും കാര്യത്തിന്റെ വാക്കില്ല. പക്ഷേ നമ്മുടെ ചർച്ചയിൽ ചോർച്ച, ചോർന്നു, ഹാഷ് വാല്യൂ മാറി. എന്തിന്റെ മാറി? അശ്വത്ഥാമാവ് എന്ന ആനയെ കൊന്നു എന്ന് പറയുന്നത് പോലെയാണ്. അതായത് യഥാർത്ഥത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ആങ്കർമാരെ സംബന്ധിച്ച് ലീഗൽ ടേംസ്, ഇപ്പൊ രാഹുലിനും നമുക്കും അറിയാവുന്ന പോലെ ലീഗൽ ടേംസ് അവർക്ക് അറിയണമെന്നില്ല. അപ്പൊ അവരത് അങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ എല്ലാരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അപർണാജിയെ അല്ല ഉദ്ദേശിച്ചത്, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ അപർണാജി അല്ല. 9 തവണ പക്ഷേ ടാമ്പറിംഗ് എന്ന വാക്ക് ഇവിടെ വന്നു. അപ്പം പൊതുജനം ഇത് കേൾക്കുമ്പോൾ എന്ത് വിചാരിക്കും? നമ്മളെല്ലാം കോടതി ബഹുമാനിക്കുന്നവരല്ലേ. എനിക്ക് വലിയ നിയമപരിചയമൊന്നുമില്ല, മിനി മാഡത്തിന്റെ 100ലൊന്നും അറിയില്ല. ഞാനിപ്പോ ആയിക്കോട്ടെ, അത് പൊക്കോളൂ, എന്റെ അവസരം കഴിഞ്ഞിട്ട്. അപ്പൊ ഈ ടാമ്പറിംഗ് എന്ന് പറയുന്നത് മനഃപൂർവ്വം മിസ്ലീഡ് ചെയ്യാനല്ലേ? ആ ടാമ്പറിംഗ് ഉണ്ടായോ? ചോർച്ച ഉണ്ടായെന്ന ആ റിപ്പോർട്ടിൽ എവിടെങ്കിലും ഉണ്ടോ? അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ് ആ റിപ്പോർട്ടിൽ, ദീപ മാഡത്തിന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്ന വാക്ക് അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ്. അല്ലെങ്കിൽ എന്നെ തിരുത്താം, ജോർജ് ജോസഫ് സാറിനോ അല്ലെങ്കിൽ മിനി മാഡത്തിനോ അല്ലെങ്കിൽ ശ്രീജിത്ത് തെരുമിനൊക്കെയോ തിരുത്താം. അപ്പോ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രിസിഷൻ ഇല്ലാതെ, മൂർച്ചയില്ലാതെ പറയുന്നത് ശരിയാണോ? തീർന്നില്ല. ജുഡീഷ്യറി പോലും സ്വാധീനിച്ചു എന്ന ആരോപണം, ആരുടെ ആരോപണം? അവിടെയാണ് ഇതിന്റെ ലീഗൽ സ്ട്രാറ്റജി എന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. കേസിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുക. എന്റെ ധാരണ ശരിയാണെങ്കിൽ 20 ദിവസത്തോളമുള്ള ചീഫ് എക്സാമിനേഷൻ കഴിഞ്ഞു. 3 ദിവസത്തെ ക്രോസ് എക്സാമിനേഷൻ നമ്മുടെ ശ്രീ ബൈജു പൗലോസിന്റെ കഴിയുകയുണ്ടായി. കേസ് ഇനിയും സ്വാഭാവികമായി പോയാൽ ഒരുപക്ഷെ 3-4 മാസം, ജൂണിലോ മറ്റും തീരും. അപ്പൊ ഈ കേസ് തീരാതെ വീണ്ടും എങ്ങനെങ്കിലും തുടരണം. ശ്രീ അപർണയ്ക്ക് ആ താല്പര്യം ഉണ്ടെന്നല്ല, പക്ഷെ ഇത് ആഗ്രഹിക്കുന്നവർ ആ കേസ് ഇനി വീണ്ടും പോകണം. ഗണപതി കല്യാണം പോലെ ഇതിനൊരു അവസാനമില്ലാതെ ഇങ്ങനെ പോകണം. അതിനൊരു കാരണമുണ്ട്. കാരണം നാളെ കോടതി ദിലീപിനെ പൂർണ്ണമായി കുറ്റവിമുക്തനാക്കുമ്പോൾ, ദിലീപ് നിരപരാധിയാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇന്ന് ദിലീപിനെതിരെ നിൽക്കുന്ന ദിലീപ് വിരോധികളോട് വലിയൊരു ജനരോഷം ഉയരും. കാര്യം ഇത്രയും കാലം പൊതുജനങ്ങളെ കൂടെ പറ്റിച്ചതാണല്ലോ എന്ന് മനസ്സിലാക്കും. അപ്പോ ആ ജനരോഷത്തെ ബ്ലണ്ട് ചെയ്യാനായി, അല്ലെങ്കിൽ ആ ജനരോഷം എനിക്ക് അതിലേക്ക് അത് ഭയങ്കര അട്ടർ റബ്ബിഷ് ആയിട്ടാണ് തോന്നുന്നത്. ഒരു വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം 7 വർഷമായിട്ട് ഒരു കേസ് നീണ്ടുപോകുമ്പോൾ എന്താണ്? അല്ല, ഒരു സെക്കൻഡ്, അല്ല അപർണ, വിക്ടിമിനെ കുറിച്ച് ആര് പറഞ്ഞു? ശ്രീമതി നമ്മുടെ എല്ലാ ഇഷ്ടപ്പെട്ട അതിജീവിത അല്ല മറുഭാഗത്ത്. ഇവിടെ 2 പേരാണ് മറുഭാഗത്ത്. ഇവിടെ ശ്രീ ദിലീപും, മറുഭാഗത്ത് പോലീസിൽ ഈ കേസ് ഗൂഢാലോചന നടത്തി മനഃപൂർവ്വം ദിലീപിനേക്ക് വലിച്ചഴച്ച ആൾക്കാരും. അവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, അതിജീവിത നമ്മുടെ എല്ലാ അഭിമാനമാണ്, വേദനയാണ്.
അതിജീവിതയെ മുമ്പിൽ വെച്ച് ദിലീപിനെതിരെയുള്ള കരുക്കൾ നീക്കുകയാണ്. അതിജീവിതയല്ല, അതിജീവിതയ്ക്ക് ശ്രീ ദിലീപ് ഇതിൽ ഉൾപ്പെട്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ലല്ലോ. അതിജീവിത ഈ പോലീസ് റിപ്പോർട്ടും അല്ലെങ്കിൽ മാധ്യമ റിപ്പോർട്ടും മാത്രമല്ലേ അറിയൂ. അതിജീവിതയ്ക്ക് ഇതിന്റെ പിന്നിലെ കാര്യങ്ങൾ അറിയില്ല. പക്ഷേ അതിജീവിതയുടെ വേദന വളരെ ക്ലെവറായിട്ട് ബുദ്ധിപൂർവ്വം മുമ്പിലോട്ട് വെച്ച് ദിലീപ് വിരോധികൾ നടത്തുന്ന കളിയാണിത്. ഇത് ദിലീപ് വേഴ്സസ് അതിജീവിതയല്ല, ദിലീപ് പോലീസ് കോൺസ്പിറസിയാണ്. ഒരു പോലീസ് കോൺസ്പിറസി പോലീസ് കോൺസ്പിറസി അല്ല. കേരള പോലീസ് എന്ന മഹത്തരമായ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ 1% അല്ലെങ്കിൽ 0.1% വരുന്ന പുഴുക്കുത്തുകളും ചില പോലീസ് ഓഫീസർമാരും നടത്തുന്ന നാടകമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് അതിജീവിതയും തിരിച്ചറിയും. കാര്യം അതിജീവിതയെ അടക്കം ഇവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാകാം. ശ്രീ ദിലീപാണ് അതിജീവിതയ്ക്ക് എങ്ങനെയാ ഇത് അറിയാൻ കഴിയുക? അതിജീവിതയ്ക്ക് പൾസർ സുനിയിൽ നിന്നുള്ള ദുരനുഭവം മാത്രമല്ലേ അറിയാവൂ. പക്ഷെ ഇതിന്റെ പിന്നിൽ ദിലീപാണെന്ന് വലിച്ചഴിച്ച് വ്യാജ ഫോട്ടോഷോപ്പ് ചെയ്ത് ആ ഫോട്ടോഷോപ്പ് പത്രങ്ങൾക്ക് നൽകിയെന്ന് DGP ശ്രീലേഖ വരെ പറഞ്ഞ ആ പ്രത്യേക പോലീസുകാരാണ് ഇതിന്റെ പിന്നിൽ. അത് ഒരു പ്രത്യേക പോലീസുകാരനാണ്. ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഓവർസീ ചെയ്തിരുന്നല്ല, ഞാൻ പേര് പറയുന്നില്ല, ഇന്നല്ലെങ്കിൽ നാളെ വരും. അപ്പോ ആ പോലീസുകാർ നടത്തുന്ന, ഇപ്പോ പ്രത്യേകിച്ച് കോടതിയുടെ പരിഗണനയിൽ ചീഫും ക്രോസും നടത്തുന്ന നാടകമാണ് ഇത്. ദിലീപ് വേഴ്സസ് അതിജീവിത എന്ന് പറയുന്നത് അവരെ രക്ഷിക്കാനാണ്. ഈ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയവരെ രക്ഷിക്കാൻ ആ അതിജീവിതയുടെ അത്രയും വലിയ ഒരു കോൺസ്പിറസി തിയറിയുമായിട്ട് രാഹുൽ മുന്നോട്ട് പോകുമ്പോൾ TB മിനി ഇതിനകത്ത് നീണ്ടു പോകുന്ന ഒരു കേസ് അത് വിക്ടിമിനെ ബാധിക്കുന്നുണ്ട്, അത് പ്രതിഭാഗത്തെയും ബാധിക്കുന്നുണ്ട്. പക്ഷേ അത് വിക്ടിമും അറിഞ്ഞിട്ടല്ല, അത് പ്രതിഭാഗവും അറിഞ്ഞിട്ടല്ല. പകരം ഇത് നടക്കുന്നത് ഈ രീതിയിലുള്ള ഒരു കോൺസ്പിറസി തിയറിയുടെ പുറത്താണ് എന്ന് പറയുന്ന ഒരു വാദമുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്നവർക്ക് ഏത് തരത്തിലാണ് ദഹിക്കുക എന്നുള്ള ഒരു വിഷയമുണ്ട്. പക്ഷെ ആ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ പല തരത്തിൽ പല ഭാഗത്തു നിന്ന് ഉയർന്നു വന്നതുമാണ്. രാഹുൽ ഇത് ആദ്യം മുതൽ പറയണതല്ലേ, നമ്മൾ അതിന് അങ്ങനത്തെ ഗൗരവത്തിൽ എടുത്താൽ മതി. പിന്നെ അതുകൊണ്ട്